വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ആളുകളുടെ പല്ല് കേടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല്ല് കേടാവാറുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാട് കാരണങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല്ല് കേടാവാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ചെറിയൊരു കേടല്ലേ എന്ന് വിചാരിച്ച് ആ പല്ലിനെ ഇഗ്നോർ ചെയ്ത് കൊണ്ടുപോവുകയും ലാസ്റ്റ് ആ പല്ല് എടുത്ത് കളയേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് റൂട്ട് കനാലൊക്കെ. ആദ്യമേ പല്ല് കേടായത് നിങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയായിരുന്നെങ്കിൽ ഇത്രയും ചെലവ് നിങ്ങൾക്ക് ആവില്ലായിരുന്നു അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് പല്ല് കേടാവുന്നത്, പല്ല് കേടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ക്യാവിറ്റീസ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ല് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പല്ലിന് ചുറ്റും ഒരു ലെയർ ഫോം ചെയ്യും. ഭക്ഷണാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ചെറിയൊരു ലെയർ ഫോം ചെയ്യും. അതിനെയാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. ഈ പ്ലാക്കിന്റെ ഉള്ളിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പൊ ഈ ബാക്ടീരിയകൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കും. അങ്ങനെ വിഘടിപ്പിച്ച് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡ് കാരണം നിങ്ങളുടെ പല്ലിന്റെ ഇനാമൽ പതിയെ പതിയെ തേഞ്ഞ് തേഞ്ഞ് അവിടെ ഒരു ഹോളായിട്ട് മാറും. ഈ ആയി കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ ആ ഹോളിന്റെ ഉള്ളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്താൽ പോലും ആ അവശിഷ്ടങ്ങൾ ആ ഹോളിന്റെ ഉള്ളിൽ നിന്ന് പോവില്ല. അപ്പൊ ആ ഹോളിന്റെ ഉള്ളിൽ ഒരുപാട് ബാക്ടീരിയകൾ വീണ്ടും അടിഞ്ഞുകൂടി അവർ ആ ക്യാവിറ്റി വലുതാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് വലിയൊരു ഹോളൊക്കെ നമ്മളെ വായയിൽ പല്ലിന്റെ ഉള്ളിൽ വരുന്നത്. പ്ലാക്ക് അടിഞ്ഞുകൂടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ബ്രഷിങ് ചെയ്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ നല്ല രീതിയിൽ ഒരു 5-6 പ്രാവശ്യം വായ കഴുകുക. അപ്പൊ അങ്ങനെ വായ കഴുകുമ്പോൾ തന്നെ ഒരു ഫ്ലഷിങ് ആക്ഷൻ വഴി ഈ ബാക്ടീരിയാസും ഫുഡ് പാർട്ടിക്കിൾസും നിങ്ങളെ വായിൽ നിന്ന് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യാവിറ്റീസ് വരാനുള്ള ചാൻസസ് കുറയും. അടുത്ത റീസൺ പാരമ്പര്യമാണ്. ഒരുപാട് ഫാമിലീസിൽ എല്ലാവർക്കും പല്ലിന് കേടായിരിക്കും, പല്ലിന് പല പ്രശ്നങ്ങളും ആയിരിക്കും. അതിനുള്ള റീസൺ ചില ആളുകളുടെ ഇനാമൽ എന്ന് പറയുന്ന പല്ലിന്റെ ഏറ്റവും പുറമത്തെ പാളി, അത് ഈ കാണുന്ന വൈറ്റ് പോർഷൻ, ഈ വൈറ്റ് പോർഷൻ ചില ആളുകൾക്ക് കട്ടി ഉണ്ടാവില്ല, പ്രോപ്പർ ആയിട്ടുള്ള കട്ടി ഉണ്ടാവില്ല. അതുപോലെ അതിന്റെ ക്വാളിറ്റി ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ ബാക്ടീരിയൽ അറ്റാക്ക് പെട്ടെന്ന് നടക്കുകയും അങ്ങനെ ക്യാവിറ്റീസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും. അടുത്ത റീസൺ സ്റ്റിക്കി ഫുഡാണ്. സ്റ്റിക്കി ആയിട്ടുള്ള ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത്, സ്റ്റിക്കി ആയിട്ടുള്ളതും അതുപോലെ മധുരമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന സമയത്ത് അതും പല്ലിന്റെ ഇടയിൽ പോയി ഒട്ടിപ്പിടിക്കും. അത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഒന്നും എല്ലാവരും ബ്രഷ് ചെയ്യില്ലല്ലോ. ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല. അപ്പം സാധാരണ ഒരു വായ കഴുകി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റിക്കി ഫുഡ് പല്ലിന്റെ ഇടയിൽ കെട്ടിക്കിടക്കും. അങ്ങനെ ഈ സ്റ്റിക്കി ഫുഡിന്റെ മുകളിലായിട്ട് ബാക്ടീരിയ വന്ന് അടിഞ്ഞു കൂടും. ഈ ബാക്ടീരിയ പിന്നീട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡ് പല്ലിനെ വീക്കാക്കി ഇനാമലിൽ ഓട്ടയുണ്ടാക്കി അങ്ങനെ ക്യാവിറ്റി ഫോം ചെയ്യാം. അടുത്ത കാരണം, ചില ആളുകളുടെ വായയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഉമിനീരിന്റെ ഉൽപാദനം വളരെ കുറവായിരിക്കും. അങ്ങനെ ഉമിനീരിന്റെ അളവ് കുറവുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പല്ല് കേടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്തൊരു കാരണമായിട്ട് പറയാൻ സാധിക്കുക, രാത്രിയിലൊക്കെ പല്ല് കടിക്കുന്ന ആളുകളുണ്ടാവും. പല്ലിങ്ങനെ കടിച്ച് ഗ്രൈൻഡിങ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ബ്രക്സിസം എന്നാണ് ഇതിന് പറയുക. അങ്ങനെ ബ്രക്സിസം ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ പല്ലും കേടാവാനുള്ള ചാൻസ്, പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിലത്തെ പല്ലിന്റെ ലെയർ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ബാക്ടീരിയക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പല്ലിന്റെ ഉള്ളിലേക്കുള്ള അടുത്ത ലെയർ ആയിട്ടുള്ള ഡെന്റിനിലേക്കുള്ള എൻട്രി വളരെ ഈസി ആയിരിക്കും. അങ്ങനെയും ആളുകൾക്ക് പല്ല് കേടാവാറുണ്ട്. അടുത്തൊരു പല്ല് കേടാവാനുള്ള കാരണം നിങ്ങളുടെ പല്ലിന്റെ ഘടന തന്നെയാണ്. ചില ആളുകളുടെ പല്ലിന്റെ ഉൾഭാഗത്ത്, ചവയ്ക്കുന്ന ഭാഗത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ നല്ല കുഴിയുള്ള രൂപത്തിലുള്ള ഘടനയായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വി ഷേപ്പ് ഒക്കെ ഉള്ള കുഴിയുള്ള പോലത്തെ ഘടനയാണെങ്കിൽ, ഒരുപാട് ഡെപ്ത് ആയിട്ടാണ് ഉള്ളില് പല്ലിന്റെ ഒക്ലൂഷ്യൽ സർഫസ് എന്ന് പറയും, അതിന് ഡെപ്ത് കൂടുതലാണെങ്കിൽ ഈ ഡെപ്ത് ഉള്ള ആ ആഴത്തിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ എപ്പോഴും കിടക്കുന്നുണ്ടാവും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് പോകുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലും പല്ല് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തൊരു റീസൺ പല്ല് കേടാവാൻ ഫ്ലൂറൈഡിന്റെ കുറവാണ്. ഫ്ലൂറൈഡ് നമ്മളെ കേരളത്തിലെ വെള്ളത്തിൽ പൊതുവെ കുറവാണ്. അപ്പോൾ ഫ്ലൂറൈഡ് ഇല്ലാത്തത് കാരണം, വെള്ളത്തിൽ വേണ്ടത്ര ഫ്ലൂറൈഡ് ഇല്ലാത്തത് കാരണം നമുക്ക് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പല്ല് കേടാവുന്നത് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. എങ്ങനെയാണ് ഈ ഫ്ലൂറൈഡ് പല്ല് കേടാക്കാതെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഈ ഫ്ലൂറൈഡ് പോയിട്ട് പല്ലിന്റെ മുകളിൽ ഒരു ലെയർ ഫോം ചെയ്യും. ഈ ലെയർ ഫോം ചെയ്യുന്നത് വഴി പല്ല് കൂടുതൽ, നമ്മുടെ ഇനാമൽ കൂടുതൽ ഹാർഡർ ആവും. അങ്ങനെ പല്ലിന് ബാക്ടീരിയൽ അറ്റാക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഈ ഫ്ലൂറൈഡ് നമ്മുടെ പല്ല് കേടാവുന്നതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള കാലാവസ്ഥയാണ്. ഈർപ്പമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ പല്ല് കേടാവുന്നത് കൂടുതലായിരിക്കും. ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റീസൺസ് മാത്രമേ പല്ല് കേടാവാനുള്ളൂ. ഇനി പല്ല് കേടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പല്ല് കേടാവാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത്, നേരത്തെ തന്നെ നിങ്ങൾക്ക് പല്ലിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഒക്ലൂഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ പല്ലിൽ കുഴികൾ വളരെ കൂടുതൽ, നല്ല ആഴത്തിലുള്ള കുഴികളാണ് ഈ ചവയ്ക്കുന്ന ഭാഗത്തൊക്കെ ഉള്ളതെങ്കിൽ ആദ്യമേ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എടുക്കുക.
ആദ്യം ചെയ്യാൻ പറ്റുക ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് ഒരു പ്രിക്കോഷൻ ആയിട്ട് എടുക്കാം. നിങ്ങൾ കാവിറ്റി വരാനുള്ള ചാൻസ് ഉള്ള ഒരു വായയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ്സ് എടുക്കാവുന്നതാണ്. ഒരു 3-4 വിസിറ്റിലൂടെ ഈ ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറിയ ഏജിൽ തന്നെ ഇത്തരം ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ പല്ല് കേടാവാതെ ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ പല്ലിന്റെ ചവയ്ക്കുന്ന ഭാഗത്ത് നല്ല ആഴം കൂടുതലാണെങ്കിൽ, അങ്ങനെ ആഴം കൂടുതലൊക്കെ ആണെങ്കിൽ ക്യാവിറ്റീസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്സും ഇന്ന് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ക്യാവിറ്റീസ് വന്നു തുടങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ പല്ലിന്റെ ആഴമുള്ള പിറ്റ് ആൻഡ് ഫിഷേഴ്സ് എന്ന് പറയും. ഈ പിറ്റ് ആൻഡ് ഫിഷേഴ്സിൽ ചെറിയൊരു കളർ ചേഞ്ച് വന്നു തുടങ്ങിയാൽ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് അവൈലബിൾ ആണ്. ഈ പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് കേടായി ഫർദർ വലിയ ക്യാവിറ്റി ഒക്കെ വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പല്ലെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വായ കഴുകി ഫുള്ളി ഫ്ലഷ് ഔട്ട് ആവണം. എല്ലാ ബാക്ടീരിയകളും ഫുഡ് പ്രോഡക്ട്സും ഒക്കെ വായിൽ നിന്ന് പുറത്ത് പോകുന്നത് വരെ നിങ്ങൾ വായ കഴുകുക. ഇനി പല്ല് കമ്പിയിടുന്ന ആളുകളിൽ ക്യാവിറ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാവിറ്റീസ് വരും. അതുകൊണ്ട് ഇന്റർഡെന്റൽ ബ്രഷസ് ഓൾറെഡി ഡോക്ടർ തന്നിട്ടുണ്ടാവും. ആ സമയത്ത് ആ ബ്രഷ് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള എല്ലാ ഭാഗങ്ങളും എപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ക്യാവിറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പാരമ്പര്യമായിട്ട് തന്നെ ഇനാമൽ വീക്ക് ആണെങ്കിലും അതിനും പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. പാരമ്പര്യമായിട്ട് പല്ല് കേടാവാൻ ചാൻസ് ഉള്ള ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവുക. അതിനും പല ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളെ പല്ല് കേടാവുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിവെൻഷൻ നേടാവുന്നതാണ്. പല്ല് കേടായി തുടങ്ങിയാൽ തന്നെ അതിനുള്ള ചികിത്സ എടുക്കേണ്ടതാണ്. പല്ല് കേടായി തുടങ്ങുന്ന സമയത്ത് പലരും അത് ശ്രദ്ധിക്കാറുണ്ടാവില്ല. ഒരു കാര്യം ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് അത്ര വേദനയൊന്നുമില്ല, വലിയ പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് ഇഗ്നോർ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ മോശമായിട്ട് പിന്നെ പ്രശ്നം വഷളായിട്ട് പിന്നീട് ഈ ഇൻഫെക്ഷൻ ഞരമ്പുകളിലേക്ക് ഇറങ്ങും. അങ്ങനെ ഞരമ്പുകളിലേക്ക് എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് വേദനയായിട്ട് അനുഭവപ്പെടുക, കൂടുതൽ വേദനയായിട്ട് അനുഭവപ്പെടുക. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം വേദനകൾ വന്നു ഞരമ്പിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഒന്നുകിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളെ പല്ല് എടുത്തു കളയേണ്ടി വരും. ഈ 2 ഓപ്ഷനെ വേദന സീവിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു പക്ഷേ കേട് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ സാധാരണ ഒരു ഫില്ലിംഗ് വഴി നിങ്ങളെ പല്ലിനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വലിയൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ കേട് കണ്ടുവന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിന്റെ ചെറിയ ചെലവിലുള്ള ചികിത്സ എടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഈ കേട് കണ്ടുപിടിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. വളരെ ചെറിയ തുകയിൽ തന്നെ നിങ്ങളുടെ പല്ല് നന്നായി കിട്ടും. പക്ഷെ ഇനി ഇത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവാതെ ചികിത്സിക്കാതെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഈ ക്യാവിറ്റി വലുതായി പല്ലിന്റെ ഞരമ്പുകളെ ബാധിക്കും. അങ്ങനെ ഞരമ്പുകളെ ബാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന വരും. ഈ വേദന കാരണം പിന്നീട് ഈ ഞരമ്പുകൾ നമുക്ക് എടുത്ത് ഒഴിവാക്കേണ്ടി വരും. അതാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പോൾ പല്ല് കേടായി കണ്ടു തുടങ്ങിയാൽ തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പോൾ അത്ര പൈസ ചെലവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ഒരുപാട് സമയം വൈകുന്നതിനനുസരിച്ച് ട്രീറ്റ്മെന്റിന്റെ രീതിയും മാറും, അതുപോലെ എക്സ്പെൻസും കൂടും. അതുകൊണ്ട് പല്ല് കേടായി കണ്ടു തുടങ്ങിയാൽ തന്നെ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ചെറിയൊരു കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പോലും ഡോക്ടറെ അടുത്ത് പോയി കളർ ചേഞ്ച് എന്തുകൊണ്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.